ഗായ്സ്, അപ്പോൾ സാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു കല്യാണത്തിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടപ്പോൾ സന്തോഷമായി, ഞങ്ങളെ പഴയ കാലങ്ങൾ ഓർമ്മ വന്നു, ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാവർക്കും, ചോദിച്ചവർക്കും ഇഷ്ടപ്പെട്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഫുൾ വീഡിയോ ഇടുകയാണ്. അപ്പോൾ മോള് ചെറിയൊരു കല്യാണമാണ് കേട്ടോ. നമ്മൾ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കല്യാണം. അപ്പോൾ അത് ഞങ്ങൾ ചെറിയൊരു പരിപാടിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മോളാണ് ഇട്ടത്. അപ്പോൾ അവളിതാ പായെന്ന് നീച്ചു വന്നിട്ട് കുളിക്കണതിൻ്റെ മുന്നേ വെറ്റില വെച്ചിട്ട് തലയിൽ താലി വെച്ചിട്ട്, താലി എങ്ങനെ വീഴാന്നുള്ളൊരിതിൽ എണ്ണ കൊഴിച്ചിട്ടുള്ള ഒരു പരിപാടിയാണിത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നേരെ കുളിപ്പിക്കാൻ പോകും. മണ്ണാത്തി വരും കുളിപ്പിക്കാൻ. അങ്ങനെ അവരാണ് മഞ്ഞളും ഇതൊക്കെ തേച്ച് കുളിപ്പിക്കുക. അപ്പോൾ കുളിച്ച് വരുമ്പോഴത്തേന് നമ്മൾ ചക്കരച്ചോറ് ഇതൊക്കെ ആക്കിങ്ങാണ്ട് ചട്ടിയിൽ വാഴ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു കെട്ടൽ കെട്ടും. ഇതേപോലെ ഇങ്ങനെ കെട്ടും. അതിൻ്റെ പേരിക്ക് ഞാൻ മറന്നു പോയിട്ടാ. അപ്പോൾ എഴുത്തിയമ്മമാരൊക്കെയാണ് കെട്ടുന്നത്. അപ്പോൾ ഓരോത് കെട്ടണം. അവൾ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം. അതിനെപ്പറ്റി എന്തൊക്കെ ചടങ്ങുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണാം, ഫുൾ വീഡിയോ കാണുമ്പോൾ കാണാം. അങ്ങനെ പിന്നെ ചെറിയ വാഴൻ്റെ ഇലയിൽ ഉപ്പ്, മുളക്, മഞ്ഞൾ, അരി, മോതിരം, കരി, ചന്ദനം, അങ്ങനെ 9 പൊതിയൊക്കെയാണ് കെട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഓരോരോ ചെറിയ ചെറിയ പൊതിയാക്കി കെട്ടിയിട്ട് അത് നമ്മൾ ഒരു കുടത്തിലോ എന്തോ ഇതിൽ ഇട്ടിട്ട് കെട്ടി വയ്ക്കും. അപ്പോൾ ഓൾ കുളിക്കുന്ന സമയത്താണ് ഇതൊക്കെ പരിപാടി നടന്നു കിട്ടുക. അങ്ങനെ അവളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവളെ മാറ്റി കൊടുക്കുകയാണ്. അമ്മായിമാരാണ് മാറ്റി കൊടുക്കൽ. അപ്പോൾ അവളെ അമ്മായിക്ക് എന്തോ അന്ന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങളാണ് അവളെ മാറ്റി കൊടുക്കുന്നത്. അമ്മമാരെ വീട്ടിൽ നിന്ന് ഇതേപോലെ പുതിയ ഡ്രസ്സും വളയും ഒരുപാട് ഫാൻസി ഐറ്റംസും ചെരുപ്പും കമ്മലും പാദസരവും സ്വർണ്ണവും ഒക്കെ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ അവളെ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കമ്മലും ചെയിനുമായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ അതൊക്കെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാലുണ്ടാവും ഗോൾഡൊക്കെ ഇടാം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം, വീഡിയോ വരും, ഇതിൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെ അവൾ ഒരുക്കത്തിലാണ്. വലിയ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായി. പിന്നെന്തോ ഒരു വെറ്റിലയൊക്കെ ചമച്ച് ഇറങ്ങാനൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ണാടി അടക്കം നമ്മൾ കൊണ്ടുപോകും കേട്ടോ. അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പരിപാടി. അമ്മമ്മയുടെ വീട്ടുകാർക്കാണ് വലിയ ചിലവ്. അങ്ങനെ അമ്മമ്മ വെറ്റില കൊണ്ടുപോയി കൊടുക്കുകയാണ് ചമച്ച് തുപ്പാൻ വേണ്ടിയിട്ട്. വെറ്റില ചമച്ച് തുപ്പിയിട്ട് നേരെ അത് ഒരമ്മായി തോന്നുന്നുണ്ട് ഓളെ ആ കുട ചൂടി കൊടുക്കണതേ. അവളെ സ്വന്തം മാമൻ്റെ അമ്മായിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അന്ന്. ഇപ്പോൾ ഇത് വേറെ ഒരു ചെറിയച്ഛൻ്റെ അങ്ങനെ എന്തോ ആണ്, അമ്മായിയാണത്. അങ്ങനെ അവർ കുട ചൂടി കൊടുത്ത് പിന്നെ ആങ്ങള, അതായത് ഓളെ അനിയനല്ല ഓളെ ഏട്ടന് കുടയിൽ ആങ്ങളമാർ ഇതേപോലെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ആ കുടേൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കും. അപ്പോഴത്തേന് അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ട് വരും കേട്ടോ അവളെ എതിരേൽക്കാൻ. അങ്ങനത്തെ ഒരു ചടങ്ങാന്ന് തോന്നുന്നുണ്ട്. എനിക്കും ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനത്തെ ചടങ്ങില്ല. പല ഏരിയയിലും പല ചടങ്ങാവുമല്ലോ. അങ്ങനെ ഇത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ കുടേൻ്റെ മേലെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ അരിയും പൂവും ഒക്കെ ഇടലുണ്ട് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി അവളെ അരിയും പൂവും ഒക്കെ ഇട്ടിട്ട് അവളെ അകത്തേക്ക് കയറ്റും. അങ്ങനെയാണ് കേട്ടോ. ചീബേച്ചി അരിയും പൂവൊക്കെ ഇട്ടിട്ട് അവളെ തൊട്ട് നിറവിൽ വെച്ചിട്ട് ഇനി അവൾക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഇത്രയും ദിവസം അവൾ തൊടാതെ ഒരു പായയിൽ അങ്ങനെ ഇരിക്കലായിരുന്നു. ഇതിന് ചടങ്ങുകളാണ് കേട്ടോ. ഡൈനിങ് ഹാളിൽ പായൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് കത്തിച്ച നിലവിളക്ക് അവിടെ വെച്ചിട്ട് പിന്നെ 2 കുടവും കൊണ്ടുവയ്ക്കും. കുടമല്ല, ചട്ടി. ഈ ഒരു ചട്ടിയും വേറൊരു ചട്ടിയും. അതിലാണ് എല്ലാവർക്കും ഓരോരോ പൊതി അവൾ എടുക്കുമ്പോൾ ആദ്യം മഞ്ഞൾ, പിന്നെ തുളസി, മഞ്ഞൾ, അരി, അങ്ങനത്തെ 9 പൊതി കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ 9 പൊതിയും 8 ആൾക്ക് കൊടുക്കും. ഒരു പൊതി അവൾ എടുക്കും. എന്നിട്ട് ആ പൊതി അവൾക്ക് എന്താ കിട്ടണം നോക്കണം. അവൾക്കല്ല, ഈ വാങ്ങിയവർക്ക് ആർക്കൊക്കെ എന്തൊക്കെയാണ് കിട്ടണം നോക്കണം. അവൾക്ക് അന്ന് മുളകായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത് അവൾക്ക്. പിന്നെ ആങ്ങളയ്ക്ക് കരിയോ ചന്ദനോ എന്തൊക്കെയാണ്, എല്ലാവർക്കും പല ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ അവൾ തുറന്ന് നോക്കുന്നുണ്ട്. അവൾക്ക് കിട്ടിയപ്പോൾ മുളകാണ് കേട്ടോ അവളത്. പൊളിച്ചിരിക്കുകയാണ്. പിന്നെ
അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ ചക്കരച്ചോറ് വെച്ച് കണ്ടില്ല നിങ്ങൾ, അത് 3 വട്ടം ഇങ്ങനെ കുത്തണ പോലെ കാട്ടും. എന്നിട്ട് മൂന്നാമത്തേൽ കുത്തണം. മൂന്നാമത്തേൽ കുത്തിയിട്ട് അത് കത്തിയിട്ട് എടുത്തിട്ട് അറിയില്ലല്ലോ, അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണത്. അങ്ങനെ ആ കത്തിന്ന് അതെടുത്തിട്ട് അവൾ 3 വട്ടം മണത്ത് നോക്കണം. അങ്ങനത്തെ കുറേ ചടങ്ങാണ് കേട്ടത്. അങ്ങനെതാ അങ്ങനെ 3 വട്ടം. പിന്നെ ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപാടിക്കൊക്കെ വന്നവർ ഡ്രസ്സൊക്കെ കൊണ്ടുവരും ഈ ഒരു ചടങ്ങിന്. അങ്ങനെ അതൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അന്ന് ഫുഡ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതാ മക്കളൊക്കെ കഴിക്കേണ്ട, ആദ്യം മോനെ അത് കഴിക്കണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളായിരുന്നു കേട്ടോ മക്കളതും വന്നവരതൊക്കെ ഞാൻ എല്ലാവരും കൂടി പിന്നെ ഇരുന്നു ഓരോരോ ട്രിപ്പ് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ പരിപാടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.